Good morning, sir. Okay, Arya, good morning. Good morning, sir. Okay, Amrita, good morning. Arambichala, let us start. Okay, Roshni, good morning. Let us start. Yes, sir, we can. Okay, Amrita, let us start. Who is prayer? Yes, sir. Okay, Deveshwar, Dear Lord, please keep me happy today. Help me to be bright, cheerful, and gay. Help me to do the things you want me to. To be to others kind and good. My parents, teachers, and friends to bless and keep us all in happiness and keep us all in happiness. okay, signing on. Yes. Good morning, sir, Job sir, and my dear friends. I am Rashid from Trishur. Today I am present signing in. I am telling a value of time moral story. The value of time. Once upon a time, there was a young boy named Sam who loved to play all day and avoid his chores. One day he met an old man who was busy planting seeds in his garden. Sam asked, "Why are you working so hard?" The old man smiled and said, "Time is like a river, it flows away and never returns. Every moment you waste is like a seed that will never grow." Sam thought about it and realized he had been wasting his precious time. He decided to make each day, balancing his fun with his responsibilities. Years later, Sam became successful and happy, always grateful for the lesson he learned. He understood that time once lost could never be regained, that, and that each moment was to be cherished. Thank you, sir. Okay, very good. Okay, Rashida. Okay. Then thought of the day. Sir. Okay, Amrita. Good morning, sir. Good morning, my dear friends. My name is Amrita Sandhu Anish. We shall never know all the good a simple smile can do. Mother Teresa thought. Yes. Action song വല്ലതുണ്ടോ? ഇല്ല. Okay, very good. The starting was very good. Okay. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത് പറഞ്ഞത് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കണ്ടീഷണൽ സെന്റൻസിലേക്ക് നമ്മൾ കടന്നില്ല. അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കണം, അറിയണം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയായിരുന്നു. ടെൻസുകളെ കുറിച്ചൊക്കെ നോക്കിയായിരുന്നു.
ടെൻസുകളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. യെസ്. അപ്പൊ അതിന്റെ നമ്മളൊരു 6 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 6 ടെൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇങ്ങനെ 6 എണ്ണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഒരു 6 എണ്ണം കൂടി ഉണ്ട്. ആ 6 എണ്ണത്തില് 3 എണ്ണം എന്തായാലും നമ്മൾ പറയണം. ബാക്കി 3 എണ്ണം കൂടി അതിന്റെ കൂടെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തിലോട്ട് കിടക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂസിലേക്ക് വരാം. യെസ്, ഇത് നമ്മൾ പറയുന്ന ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓടിച്ച് പറയുകയാണ്. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ing, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing, ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഇനി ടേക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് എടുത്തിട്ട് 6 ടെൻസിന്റെയും അർത്ഥം പറയാണ്. സിമ്പിൾ പ്രസന്റ് എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എടുക്കുകയായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി 7ാമത്തെ ടെൻസ് എഴുതിക്കൊള്ളു. പ്രസന്റ് പെർഫെക്റ്റ്, PRESENT, പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് അടുത്ത ടെൻസ്. അതിന്റെ സ്ട്രക്ചർ എഴുതിക്കോളൂ. എസ് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഹാസിന് ഒരു സ്ലാഷ് വരക്കുക. ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നാണ്. ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബ് വി. വീന്നിട വി. ആ വീന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ പി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് പി എന്നിട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ V3 എഴുതിയാലും കുഴപ്പമില്ല. യെസ്, നമുക്കൊന്നുകൂടി പറയാം. സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ 3ാമത്തെ ഫോം V3 എന്ന് പറയുന്ന 3ാമത്തെ ഫോം, ഓർ ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്, അത് നമ്മൾ ഉപയോഗിക്കുക. അതിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒന്നുകൂടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഷീ സബ്ജക്റ്റ് ആയി, ഷീയുടെ കൂടെ ഹാസ് വരും, ഷീ ഹാസ്. ഇനി നമ്മള് ഗോ എന്ന് പറയുന്ന വെർബ് എടുത്തു, അതിന്റെ 3ാമത്തെ ഫോം എടുക്കും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ, വെന്റ്, ഗോൺ. നമുക്ക് പറയാം ഷീ ഹാസ് ഗോൺ ടു മദ്രാസ്, അല്ലെങ്കിൽ ഷീ ഹാസ് ഗോൺ ടു ഡൽഹി. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി വേറൊരു സബ്ജക്റ്റ് ഞാൻ പറയാണ്, ഐയുടെ കൂടെ എന്ത് വരുള്ളൂ? ഐ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹാവ് ഒരു ഐ. ഓക്കെ അമൃത, ഐ ഹാവ്. ഇനി ഡ്രിങ്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുക്കുകയാണ്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, DRUNK. ഐ ഹാവ് ഡ്രങ്ക് എ കപ്പ് ഓഫ് ടീ. ഞാനൊരു കപ്പ് ചായ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ഡ്രങ്ക് എ കപ്പ് ഓഫ് ടീ. അപ്പൊ നമുക്ക് പറയാം, സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ 3ാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് ഉപയോഗിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 എക്സാമ്പിൾസ് ഒക്കെ പറയാം. പ്രസന്റ് പെർഫെക്റ്റിന്റെ എക്സാമ്പിൾ. We have done our homework. വെരി ഗുഡ്, വെരി ഗുഡ്. We have done our homework. ശരിയാണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. I have driven the car. I have driven the car. Correct. Very good, very good. Okay, okay. Drive എന്നുള്ളതിന്റെ past participle ആണ് driven. I have driven the car. Correct. I have finished the report. Very good, Reem. I have finished the report. I have finished the report. Okay. ശരിയാണ്. അപ്പൊ നമുക്ക് പറയാം പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി 8ാമത്തെ എഴുതിക്കോളൂ, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ആ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഇടയിൽ എഴുതുക എസ് പ്ലസ് ഹാഡ് പ്ലസ് HAD, ഹാഡ് പ്ലസ് വെർബ്
വെർബ് തുടങ്ങി ബി ഉണ്ടാവും പി ബ്രാക്കറ്റിൽ പി 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 മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ് വെർബിന്റെ V3 അല്ലെങ്കിൽ പി പി മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്. ഓക്കെ, അതാണ് നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റ് നമ്മൾ ഷീ എന്ന് പറഞ്ഞു, ഷീ. അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ് ഉപയോഗിച്ചു, ഹാഡ്. പിന്നെ സ്റ്റഡി എന്നുള്ള വാക്കിന്റെ മൂന്നാമത്തെ ഫോം നമ്മൾ എഴുതുകയാണ് സ്റ്റഡി, സ്റ്റഡീഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്റ്റഡീഡ് എന്നുണ്ട്. അപ്പൊ ഷീ ഹാഡ് സ്റ്റഡീഡ്, ഷീ ഹാഡ് സ്റ്റഡീഡ്. ഇനി വേറെ എക്സാമ്പിൾ നമുക്ക് പറയാം. സബ്ജക്റ്റ് ഞാൻ യു എന്ന് പറയുന്നത്, യു ഹാഡ്. ഇനി വാങ്ങുക ബൈ, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബൈ ബോട്ട്, ബോട്ടാണ്. അപ്പോ യു ഹാഡ് ബോട്ട്. ഓക്കെ, സബ്ജക്റ്റ് എഴുതുക, ഹാഡ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുക. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം V3 എന്ന് പറയുന്ന ഫോം ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞ് ഹാഡ് വേണം. ആ സർ, ഇതിപ്പോ നമ്മള് പറയുമ്പോ ഷീ ഹാഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവള് പഠിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയല്ലേ? സ്റ്റഡീഡ് എന്നാണ്, സ്റ്റഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എടുക്കാം. യെസ്, പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ഹാഡ് ക്ലീൻഡ് ഹൗസ്. ഷീ ഹാഡ് ക്ലീൻഡ് ഹൗസ്. He had found a new job. ഓക്കെ, ഹി ഹാഡ് ഫൗണ്ട് എ ന്യൂ ജോബ്. പുതിയൊരു ജോലി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. I had won the race. ഐ ഹാഡ് Won the race. ഓക്കെ 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 വിൻ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വൺ. ഐ ഹാഡ് വൺ ദ റേസ്. ഞാൻ ഓട്ടത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, She had read book. ഷീ ഹാഡ് റീഡ് ബുക്ക്. അപ്പൊ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് റീമ ശ്രദ്ധിച്ചാൽ മതി. സ്പെല്ലിംഗ് റീഡ് എന്നായിരിക്കും, പക്ഷെ പാസ്റ്റ് പാർട്ടിസിപ്പിളും പറയുമ്പോൾ റെഡ് എന്ന് പറയും. അപ്പോ സ്പെല്ലിംഗ് അത് തന്നെയാണ്, പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറയും കേട്ടോ. അപ്പൊ ഷീ റെഡ് ബുക്ക് എന്ന് പറയണം. പക്ഷെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കണമെങ്കിൽ റീഡ് എന്ന് പറയും. പാസ്റ്റ് ടെൻസ് ആണെങ്കിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിലും റെഡ് എന്ന് പറയണം. സ്പെല്ലിംഗ് സെയിം. ഓക്കെ 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 ഇത് സിമി പറഞ്ഞോളൂ. We had two houses. പറഞ്ഞോളൂ. We had two houses. We had two houses അല്ലേ? അത് സെന്റൻസ് കറക്റ്റ് ആണ് സിമി. ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാല് ഹാഡ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതിന്റെ അത് വന്നിട്ടില്ല. വി ഹാഡ്, ഞങ്ങൾക്കുണ്ടായിരുന്നു ടു ഹൗസസ്. കണ്ട, അത് സെന്റൻസ് കറക്റ്റ് ആണ്, അത് കറക്റ്റ്, അത് തെറ്റൊന്നുമില്ല. പക്ഷെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് വേണ്ടില്ല. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് വരണമെങ്കിൽ അവിടെ എന്ത് വേണം? ഹാഡ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും. എന്നാലാണ് അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട്. അപ്പൊ ഇപ്പൊ സിമി പറഞ്ഞത് സിമ്പിൾ പാസ്റ്റിലോട്ടേ വരൂ. സിമ്പിൾ പാസ്റ്റിലേക്ക് സെന്റൻസ് കറക്റ്റ് ആണ്, അർത്ഥം കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. They had found the treasure. Okay, Fatima, which treasure they had found? They had felt on a playground. They had felt on a playground. എന്താണ് റഷീദ? അത് കളിക്കണ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നതാണ്. They had felt. Okay. അപ്പൊ felt എന്നുള്ളതിന് പകരം play എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. They had played on the ground. അപ്പൊ കുറച്ചുകൂടി ഭംഗിയായി. Okay. They had visited France. Okay, she had visited France. Correct. She had bought a car. She had food. She had food. Okay. I had slept on the bed. She had finished the work. Okay, വിജയലക്ഷ്മി. Okay. അപ്പൊ നമുക്ക് അടുത്തേക്ക് വരാം. Okay. Rinevaris. Okay. ശരിയാണ്. I had seen the bird. ഐശ്വര്യ കറക്റ്റ് ആണ്. We had reached Thrissur. Okay. യെസ്, ഇനി നമ്മൾ അടുത്തേക്ക് വരുന്ന സമയത്തിന്റെ കുറവുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോണേ. അടുത്തത് വരുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഗ്രീഷ്മ കറക്റ്റ്. ഐ ഹാഡ് സ്ലെപ്റ്റ് ഓൺ ദ ബെഡ്. ഓക്കെ,
അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് എഴുതിയിട്ട് അതിന്റെ ഇടയിൽ എസ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാലെ പ്ലസ് വില്ലുടെ ഒരു സ്ലാഷ് വരൊക്കെ ഷാല് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് HAVE ഹാവ് പ്ലസ് വെർബ് പ്ലസ് ബി വെർബ് എന്നുള്ളത് ബി പ്ലസ് ബി ബ്രാക്കറ്റില് PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് വെർബ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ V3. സബ്ജക്റ്റ് എഴുതുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാവ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ എക്സാമ്പിൾ പറയുന്നത് സബ്ജക്റ്റ് ആയി will അല്ലെങ്കിൽ shall will they will have they will have. ഇനി ഏതെങ്കിലും ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. they will have gone to Madras അല്ലെങ്കിൽ they will have taken the umbrella. they will have taken the umbrella. ഇനി നമുക്ക് വേണമെങ്കിൽ ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ taught ആണ് TAUGHT. നമുക്ക് പറയാം I will have taught English grammar. I will have taught English grammar. സബ്ജക്റ്റ് എഴുതുന്നു, will അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, ഹാവ് എഴുതുന്നു, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ പറയാം. I will have done the work. I will have done the work. കറക്റ്റ് ആണ്. I will have. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, പറഞ്ഞോളൂ രക്ഷിത. I will have played the cards. I will have paid the cards. Okay, correct. ഞാൻ ചീട്ട് I will written a letter. I will have written a letter. നിന്റെ പറയുന്നു I will have cooked the biryani. Okay, റിൻഡ. He will have finished his work. ജീന ഒന്നുകൂടി പറഞ്ഞേ. He will have finished his work. ഓക്കെ, കറക്റ്റ് ആണ്. ഞാൻ സൽമ പറഞ്ഞോളൂ. I will have finished the book. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, റീമ ഇനി പറഞ്ഞോളൂ. റീം. She will have cleaned their house. She will have cleaned her house. കറക്റ്റ് ആണ്. യെസ്. അപ്പൊ മനസ്സിലായില്ല? ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ ഇത് ഉൾപ്പെടെ നമ്മളിപ്പോ 9 എണ്ണം പഠിച്ചു. ഇനി 10ാമത്തെ ഇതിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. Sir, I will the garden അങ്ങനെ വരുവോ? I will have make the garden അങ്ങനെ വരുവോ? മേക്ക് എന്നുള്ളതിൽ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. I will have made MADE. Had will have ഒക്കെ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കാം കേട്ടോ. ഷാൾ എവിടെയാ ഉപയോഗിക്കണ്ടേ? ഐയുടെ കൂടെയും ഈയുടെ കൂടെയും ഷാലാണ് ഉപയോഗിക്കുക. അതിന് വേറെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ നമ്മൾ പറയുന്ന കാര്യത്തിന്റെ ഒരു ഒബ്ലിഗേഷൻ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അമൃത പറയുന്നത് ബോയ്സ് വിൽ ഹാവ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തിലോട്ട് വരണം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എനിക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് നമുക്ക് ടെൻസ് ഒന്ന് റെഡി ആവട്ടെ ആദ്യമത്തെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ വിശദാംശത്തിലോട്ട് പോവാം. പ്രസന്റ് പെർഫെക്റ്റ് എന്റെ ഡീറ്റെയിൽസ് എസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് എന്നുള്ളത് എസ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ഹാസ് ഒരു സ്ലാഷ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് BEN ബീൻ പ്ലസ് വെർബ് പ്ലസ് ബി പ്ലസ് ING. അപ്പൊ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് വരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, അത് കഴിഞ്ഞതിന് ശേഷം ബീൻ, ഇതൊരു വേർഡ് വരുന്നുണ്ട് BEN ബീൻ, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് അതിന്റെ കൂടെ ING. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ആരംഭിച്ച പ്രവൃത്തി ഇപ്പോഴും ഉണ്ട്, അത് ഭാവിയിലേക്ക് തുടരുകയും ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലാണ് അവിടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക.
ഇപ്പൊ എടുക്കുക എന്ന് പറയുന്ന വെർബ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു, ആ ഒരു അർത്ഥം വരും, എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു. യെസ്. അപ്പൊ നമുക്കിത് വിഷയത്തിലോട്ട് വരാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റ് ദേ കഴിഞ്ഞതിന് ശേഷം ദേ ഹാവ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ബീൻ, ദേ ഹാവ് ബീൻ. ലിവ് എന്ന് പറയുന്ന ഒരു വേർഡ്, അതിന്റെ കൂടെ ഞാൻ ing കൂടി ചേർത്തു. ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ, അവരിവിടെ താമസിക്കുകയാകുന്നു. സിൻസ് 2010, 2010 മുതൽ 2010 കണ്ടോ. They have been living here since 2010. അല്ലെങ്കിൽ വേറെ വാക്ക് നമ്മൾ ഷീ, സബ്ജക്റ്റ് she has been working in BSNL, അവൾ BSNL ജോലി ചെയ്യുകയാകുന്നു. She has been working in BSNL. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറയാം സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം, പിന്നെ ഒരു ബീൻ വേണം, പിന്നെ വെർബ് വേണം, ing വേണം. പറഞ്ഞു. He has been going to the morning walk. ഓക്കെ, ഗോയിങ് ടു ഐശ്വര്യ കറക്റ്റ് ആണ്, അമൃത കറക്റ്റ് ആണ്. ഓക്കെ. I have been studying English for 2 hours. അവിടെ അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. റഷീദ, സംഗതി കറക്റ്റ് ആണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ, നമ്മളെ ഈ ഫോർ എന്ന് പറയുന്നതും സിൻസ് എന്ന് പറയുന്നതും അതൊന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാൽ, സിൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതി. നമ്മൾ ആ പ്രിപ്പോസിഷൻ പഠിച്ച സമയത്ത് പറഞ്ഞു ഫോർ എ പീരീഡ് ഓഫ് ടൈം. സിൻസ് എന്ത് ചെയ്യും? പോയിന്റ് ഓഫ് ടൈം കേട്ടോ. അപ്പൊ സാധാരണഗതിയിൽ പ്രശ്നം പെർഫെക്റ്റ്ലി മിക്കതിൽ സിൻസ് ആയിക്കുള്ളൂ വരുള്ളൂ. ദിസ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. അപ്പൊ 2 മണിക്കൂർ എന്നുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 10 o'clock അല്ല. അപ്പൊ നമുക്കത് ഒന്നുകൂടി മാറ്റി പറയുമ്പോൾ I have been studying grammar since 10 o'clock. Okay? Okay, പറഞ്ഞോളൂ. When have been cooking food? എന്താണ് ഉദ്ദേശിച്ചത്? When have been cooking food? മലയാളത്തിൽ എന്താണ് റീം ഉദ്ദേശിച്ചത്? ഒന്ന് ഉദ്ദേശിച്ച് പറഞ്ഞോ. എപ്പോഴാണ് ഉണ്ടാക്കുന്നതാണ്? അതാണ് ഉദ്ദേശിച്ചത്. ഫുഡ് കുക്ക് ചെയ്യുന്നില്ല. ക്ലിയർ ആയില്ല, എന്നോട് പറഞ്ഞ. ഇപ്പൊ ഐ ഹാവ് ബീൻ കുക്കിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. അപ്പൊ വെൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്. വെൻ എന്ന് പറയുമ്പോ എപ്പോഴും ചോദ്യമാണ്. ഓക്കെ. യെസ്. അപ്പൊ സബ്ജക്റ്റ് പറഞ്ഞോളൂ, സിമി പറഞ്ഞോളൂ. കുക്ക് ദ ടേസ്റ്റ് ഓഫ് തൃശ്ശൂർ വരുന്നുണ്ട്, പറഞ്ഞോളൂ. She has been played football. She has been Played football. മോളെ അതിനകത്ത് എവിടെ ing ചേർത്തേ? അയ്യോ സോറി, പ്ലേയിങ് എന്ന് വരുമ്പോ പറ്റില്ല. They have been running the shop. ഓക്കെ. റോഷ്നി, ബീനാണ് ബീയിങ് അല്ല ബീൻ കേട്ടാ. They have been running the shop. Okay. ശരി. Okay. We have been writing for the bus 30 minutes. Yes. Okay. Okay, ready. Okay, Rashida. Okay. I appreciate you for my നിങ്ങളുടെ അങ്ങനെയുള്ള ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഞാൻ അഭിനന്ദിക്കും. ഓക്കെ, മനസ്സിലായില്ല. ഈ അടുത്ത് എഴുതിക്കും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹെഡിങ്. അതിന്റെ അപ്പൊ ഇപ്പൊ 9, 1, 10, 11. ഓക്കെ ഫാത്തിമത്തെ. ഓക്കെ കറക്റ്റ് ആണ് ഫാത്തിമ. യെസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് ആഡ് പ്ലസ് ബീൻ പ്ലസ് verb plus ing. S plus add plus been plus verb plus ing. സബ്ജക്റ്റ് എഴുതുന്നു, ആഡ് എഴുതുന്നു, ബീൻ ചേർക്കുന്നു, പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു? ing. സബ്ജക്റ്റ് പ്ലസ് ആഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing.
അപ്പൊ നമ്മൾ ടേക്ക് എന്ന് പറയുന്ന വാക്ക്, എടുക്കുക എന്ന് പറയുന്ന വാക്കോട് ഉപയോഗിക്കുകയാണെങ്കിൽ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥം വരും. എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, യെസ്. അല്ലെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പോവുകയായിരുന്നു എന്ന് വരില്ല, അത് പറഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വേറെ വരുള്ളൂ. പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. സബ്ജക്റ്റ് ഹാഡ്, പിന്നെ ബീന്, പിന്നെ വെർബ്, പിന്നെ ഏജ്. ഓക്കെ, ഓക്കെ. ഞാൻ എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റ് ദേ, അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ്, അത് കഴിഞ്ഞ ശേഷം ബീങ് അല്ല കേട്ടോ, ബീനാണ്. ദേ ഹാഡ് ബീൻ വർക്കിംഗ്, വർക്ക് എന്ന് പറയുന്ന കൂടെ ഏജ്. ദേ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ കിച്ചൺ ഫോർ 2 hours. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് അവൾ കിച്ചണിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ജോലി ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, യെസ്. അടുത്തത് വേറെ എക്സാമ്പിൾ പറയാം. ദീപ പറയുന്നു ഐ ഹാഡ് ബീൻ പ്ലേയിങ് ബാഡ്മിന്റൺ. ഞാൻ എന്ത് ചെയ്യാണ്? ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റിൻഡ പറയുന്നു ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ മോർണിംഗ്. ഓക്കെ, വർക്കിംഗ് ഇൻ ദ മോർണിംഗ് നല്ല ഫ്രേസ് ആയിട്ടുണ്ട് കേട്ടോ, ലിറ്ററേഷൻ മോഡലായിട്ടുണ്ട്. ഓക്കെ, റൈമിംഗ് സ്കീം പോലെ. യെസ്, നിങ്ങൾ പറഞ്ഞോളൂ. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഏജ്. ഇത് പറ്റുമോ സാറേ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ സിനി. വി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ്. പറ്റല്ലേ? നോ മിസ്റ്റേക്ക്. അതിന്റെ അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും സിനി മുമ്പ് അവിടെയായിരുന്നു, ഇപ്പൊ അവിടെയല്ലാതെ മനസ്സിലാവും കേട്ടോ. നേരെ മറിച്ച് ഷീ ഹാസ്, ഓക്കെ ശരിയാ, കറക്റ്റ് ആണ്. നേരെ മറിച്ച് സിനി പറയുന്നത് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, നാളെ അവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ നേരത്തെ അവിടെ തന്നെയാണ്, ഇപ്പോഴും അവിടെ തന്നെയാണ്, നാളെ അവിടെ തന്നെ ഉണ്ടാവും. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ നേരത്തെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ അവിടെ ഇല്ല, ഇപ്പൊ മറ്റു സ്ഥലത്താണ്. ഇപ്പൊ ദുബായിലല്ല, ഷാർജയിലാണ്. യെസ്, ഐ ഹാഡ് ബീൻ ടേക്കിംഗ് ഫുഡ്. ഓക്കെ ഗ്രീഷ്മ, കറക്റ്റ് ആണ്. സർ ഇങ്ങനെ പറ്റുമോ? ഐ ഹാഡ് ബീൻ ഗോയിങ് ടു ദ ഗ്രോസറി സ്റ്റോർ ബിഫോർ യെസ്റ്റർഡേ. അത് നമുക്ക് യെസ്റ്റർഡേ ഒക്കെ അങ്ങനെ പറ്റിക്കോ? അവിടെ മുന്നോട്ട് പറഞ്ഞു ഗോയിങ് ടു ഗ്രോസറി ഷോപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. സർ ദേ ഹാഡ് ബീൻ ലിസണിങ് എ സ്റ്റോറി എന്ന് പറ്റും. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. I had been reading books. I have been reading books. Okay, I had been writing an article on various topics for 3 hours. Okay, Amrita. അടുത്തത് ഋഷിത പറഞ്ഞോളൂ. I had a pen. I had a pen ശരിയാണ്. അപ്പൊ ഇതിനകത്ത് അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ബീൻ വന്നിട്ടില്ല, വെർബ് വന്നിട്ടില്ല, ഐഡിയ. അത് സെന്റൻസ് കറക്റ്റ് ആണ് കേട്ടോ. Anita, I had been waiting for an hour before the bus arrived. Okay, okay, okay. അവിടെ നമുക്ക് ഉപയോഗിക്കാം. I had been living at Kochi. Okay, I had been living at Kochi. അപ്പൊ ഇപ്പൊ കൊച്ചിയിലല്ലെന്ന് പറയും കേട്ടാ. കൊച്ചിയിലെന്ന് പറയുന്നത് ഇപ്പൊ കൊച്ചിയിലല്ലെന്ന് ഞാൻ മനസ്സിലാക്കും, അങ്ങനെ പറയും. യെസ് സർ, നമ്മളിപ്പോ നമ്മളെ പാസ്റ്റ് കണ്ടിന്യൂസും ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഏകദേശം ഒരു മീനിങ് ആയിട്ടല്ലേ വരുള്ളൂ? ഏകദേശം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഏകദേശം ഒരു മീനിങ് തന്നെ ആയിരിക്കില്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ? പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഏകദേശം ഒരു മീനിങ്ങിൽ വരൂലേ നമ്മൾ സംസാരിക്കുമ്പോൾ? അതിനകത്ത് രണ്ട് രീതിയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ അവിടെ പറയേണ്ടിരുന്നതാണ്. ഈ പാസ്റ്റ് പെർഫെക്റ്റ് ഞാൻ പറയട്ടെ. ഇത് ഓർമ്മ അവിടെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, അപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, അപ്പൊ അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 12ാമത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. യെസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അടിയിലത് എസ് പ്ലസ് will or shall plus have plus been plus been plus verb plus v plus
ing. അപ്പൊ ഒന്നുകൂടി പറയാം. സബ്ജക്ട് പ്ലസ് will or shall plus have plus been plus verb plus ing. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. യെസ്, അപ്പൊ നമുക്ക് പറയാം. എക്സാമ്പിൾ പറയാം. സബ്ജക്ട് ഐ എന്ന് പറഞ്ഞു, ഐ വിൽ പറഞ്ഞു, have I will have, been I will have been, teaching I will have been teaching in the past. ഇവിടെ ing അത് teaching, I will have been teaching English. വേറെ വേണമെങ്കിൽ പറയാം. You will have been attending the class. You will have been attending the class. അപ്പൊ ഇവിടെ നമുക്ക് ടേക്ക് എന്ന് പറയുന്ന വാക്ക് ഇത് എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്നർത്ഥം വരുന്നത്. എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇതാണ് 12 ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത്. ഈ 12 ടെൻസുകളിലല്ലാതെ ഇംഗ്ലീഷിൽ ഒരു വാചകവും എഴുതാൻ പറ്റില്ല. ഈ 12 ടെൻസ് ഇംഗ്ലീഷിലുള്ളൂ. ഓരോ ടെൻസിന്റെയും അർത്ഥം നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ആ വാക്കൊന്നും വയ്ക്കാം. ഞാനിപ്പോ ടേക്ക് എടുക്കുക എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ഈ 12 ടെൻസിന്റെയും അർത്ഥം പറയണേ. സിമ്പിൾ പ്രസന്റ് എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എടുക്കുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് എടുത്തു കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതാണ് ഇതിന്റെ മീനിങ് ഏറെക്കുറെ മലയാളത്തിൽ വരുന്നത്. അപ്പൊ ഏത് രീതിയിലാണോ വാക്കാണോ ഏത് അർത്ഥത്തിലാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിന് പകരം ആ വാക്ക് ടേക്ക് എന്നുള്ള വാക്ക് മറ്റു വേറെ വാക്ക് ഉപയോഗിച്ചാൽ മതി. ഇതാണ് അതിന്റെ രീതി. ഓക്കെ, ഇനി പറയും. അപ്പൊ ടേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് വെച്ചിട്ടാണല്ലോ 12 ടെൻസുകൾ നമ്മൾ എടുത്തത്. അപ്പൊ ഇംഗ്ലീഷില് അത് എങ്ങനെയാ വരുന്നത്? ടേക്ക്, ടുക്ക് അങ്ങനെ പറയില്ലേ നമ്മള് പാസ്റ്റ്? ആ, അതിപ്പോ ഈ 12 സെൻസില് ഇതില് ടെൻസിൽ എങ്ങനെയാ വരാ? ആ 12 ടെൻസില് ആ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് നമ്മളൊരു വെർബില് 3 കാലങ്ങൾ പറയുന്നത്. അതായത് V1, V2. അതില് V1 എന്നുള്ളത് സിമ്പിൾ പ്രസന്റിൽ വരുള്ളൂ, V2 എന്നുള്ളത് സിമ്പിൾ പാസ്റ്റിൽ വരുള്ളൂ. ഇനി സിമ്പിൾ ഫ്യൂച്ചറിൽ V1 വരുള്ളൂ, അതിന് തൊട്ട് മുന്നിൽ വില്ല് വരും. ഫ്യൂച്ചറിൽ പ്രസന്റൻസേ വരുള്ളൂ, തൊട്ട് മുന്നിൽ വില്ല് വരും. ഇനി പ്രസന്റ് കണ്ടിന്യൂസില് പ്രസന്റ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടിന്യൂസ് എന്ന് പറയുന്നതിന്റെ എല്ലാത്തിനും കൂടെ ing ഉണ്ട്. ing എപ്പോഴും പ്രസന്റൻസിലേക്ക് കൂടെ വരുള്ളൂ. അത് ഒരു കോമൺ ആയ ഒരു ഫാക്ടറാണ്. ലുക്ക് എന്നുള്ളതിനെ കൂടെ ing, ലുക്ക്ഡിങ് എന്ന് പറയൂലല്ലോ. അപ്പൊ എല്ലാത്തിനും കൂടി എപ്പോഴും ing വന്ന പ്രസന്റൻസിലേക്ക് കൂടി ആയിരിക്കും നമ്മൾ മനസ്സിലാക്കാൻ ഉറപ്പിച്ചേക്കാം. അപ്പൊ അതങ്ങനെ വരും. ഇനി നമ്മൾ 7ാമത്തെ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ അവിടെ നമ്മൾ V3 ഉപയോഗിക്കണം. പാസ്റ്റ് പെർഫെക്റ്റിലും നമ്മൾ V3, 8ാമത്തിലും V3 ഉപയോഗിക്കണം. ഫ്യൂച്ചർ പെർഫെക്റ്റിലും V3. രണ്ടെണ്ണത്തിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കി എല്ലാത്തിലും കൂടുതൽ ing ആണ് വരുന്നല്ലേ? കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസ് ആണെങ്കിൽ അതിനകത്ത് എല്ലാത്തിലും ing വരും. ഫ്യൂച്ചർ എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിലും വില്ല അല്ലെങ്കിൽ ഷാല് വരും. ഇത് കോമൺ ആയിട്ട് നോക്കിയിട്ട് നമുക്ക് അറിയാം. ഫ്യൂച്ചറിന്റെ ഇടയിൽ വന്നതിലൊക്കെ വില്ല അല്ലെങ്കിൽ ഷാല് വരും. കണ്ടിന്യൂസിന് എല്ലാത്തിലും എന്തുണ്ടാവും? ing ഉണ്ടാവും. അത് മൂന്നെണ്ണം വീതം വരുന്ന സ്ട്രക്ചറാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. 3 എണ്ണം. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അടുത്ത 3 എണ്ണം. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അടുത്ത 3 എണ്ണം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പൊ നേരത്തെ ഗ്രീഷ്മ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അതായത്
നേരത്തെ പാസ്റ്റ് പെർഫെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പാസ്റ്റ് പെർഫെക്റ്റ് സാധാരണ ഇതിൽ വന്നപ്പോഴാണെന്ന് കഴിഞ്ഞാൽ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു കാര്യം പറയാം. അതായത് ഒരാളുടെ പേര് ഞാൻ പറയാം. ആ ആളുടെ പേര് വേണു എന്നാന്ന് വിചാരിച്ചു. വേണു. ഭീഷ്മ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ആ, വേണു. വേണു ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേരാണ് റീമ. സോറി, റീമ ഇല്ലാതുണ്ടല്ലേ, അതെല്ലാം കുഴപ്പമില്ല, റീമ. അപ്പൊ വേണു റീമയെ സ്നേഹിക്കുന്നത് 2015 ഈ വേണു 2020 കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചത് രമണി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ മനസ്സിലാക്കണം കേട്ടോ. വേണു നമ്മുടെ കഥാപാത്രമാണ്. അദ്ദേഹം 2015 റീമയെ സ്നേഹിച്ചു. 2020 രമണിയെ വിവാഹം കഴിച്ചു. തൽക്കാലത്തേക്ക് ഗ്രീഷ്മയാണ് ഈ വേണു എന്ന് വിചാരിക്കുക. ഗ്രീഷ്മ അത് എന്നോട് പറയുകയാണ്, ഞാൻ രമണിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് റീമയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞ തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഒന്ന് പറഞ്ഞു നോക്കും. നമുക്കറിയാം കല്യാണം കഴിച്ചത് ഒരു മിനിറ്റ്, കല്യാണം കഴിച്ചത് 2020 സ്നേഹിച്ചത് 2015 സ്നേഹിച്ച ആളെയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത് വേറെയാണ്. ഓക്കെ. അപ്പൊ പറയാണ് ഗ്രീഷ്മ എന്നോട് പറയാണ്, ഞാൻ രമണിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് റീമയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ, വർഷമൊന്നും വേണ്ട. വർഷമൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അപ്പൊ ഇവിടെയാണ് ഗ്രീഷ്മ ഈ പാസ്റ്റ് പെർഫെക്റ്റ് കയറി വരുന്നത്. അത് സിറ്റുവേഷൻ ഞാൻ പറയാം. ഇത് നിങ്ങൾ ഇനി മറക്കൂല, ഗ്രീഷ്മിനൊട്ടും മറക്കൂല. ഓക്കെ, രമണിയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോയ സംഭവം അല്ലെ, 2020 നടന്ന സംഭവം അല്ല, സോറി, രമണിയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് 2020 നടന്ന സംഭവം. ഇനി റീമയെ സ്നേഹിച്ചു എന്ന് പറയുന്നതും കഴിഞ്ഞു പോയ സംഭവമാണ്. അത് കാരണം 2015 അപ്പൊ രണ്ട് സംഭവവും ഓൾറെഡി ഹാപ്പൻ, പാസ്റ്റ് ആണ്. അങ്ങനെ രണ്ട് പാസ്റ്റ് ടെൻസ് ഒരു സെന്റൻസിൽ വരുമ്പോൾ അതിൽ ആദ്യം നടന്ന സംഭവം ഏതാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നടന്ന സംഭവം ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം റീമയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. രണ്ടാമത്തത് എന്തിൽ പറയണം? നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റിൽ പറയണം. അപ്പോൾ കറക്റ്റ് ആൻസർ വരുമ്പോ I had loved Rima before I married Remini. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം? ആദ്യം നടന്ന സംഭവമാണ് പാസ്റ്റ് പെർഫെക്റ്റ്, രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റ്. അവിടെയാണ് സാധാരണ ഗ്രീഷ്മ ഈ പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നത്. ഓക്കെ, രണ്ട് എപ്പിസോഡിൽ ഇപ്പൊ നമുക്ക് വേറെ എക്സാമ്പിൾ പറയാം. ഗ്രീഷ്മയുടെ കൂട്ടുകാരി സൽമയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ചെന്നിട്ട് ഒരുമിച്ച് എവിടെയോ പോകാൻ പ്ലാൻ ചെയ്തിട്ടാണ്. അങ്ങനെ ഗ്രീഷ്മ നടന്ന് സൽമയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സൽമ പോയി. അപ്പൊ ഗ്രീഷ്മ അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് എന്നെ കണ്ടപ്പോ എന്നോട് പറയുകയാണ്, ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവളുടെ വീട്ടിൽ ചെന്നപ്പോഴേക്കും ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും സൽമ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോക്കി, ഗ്രീഷ്മ അവിടെ പോയതാണോ സൽമ അവിടെ നിന്ന് പോയതാണോ ഏറ്റവും ആദ്യം നടന്ന സംഭവം? സൽമ പോയതല്ലേ. അപ്പൊ പറയും ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദയർ, ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും സൽമ ഹാഡ് ഗോൺ, അവൾ പോയിട്ടുണ്ടായിരുന്നു. കേട്ടാ, സൽമ പോയതാണ് ആദ്യം നടന്ന സംഭവം, അതവിടെ ഹാഡ് ഗോൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൽമ ഹാഡ് ഗോൺ ബൈ ദ ടൈം ഐ റീച്ച്ഡ് ഹെർ ഹൗസ്, ഞാൻ അവളുടെ വീട്ടിലെത്തിയപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു, റഷീദ സിനിമ തിയേറ്ററിൽ പോയി, സിനിമ കാണാൻ പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിനിമ ആരംഭിച്ചു. പിറ്റേ ദിവസം റഷീദ എന്നോട് പറയും, സിനിമക്ക് പോയി പിറ്റേ ദിവസം എന്നോട് പറയും, എന്ത് പറയും? ഞങ്ങൾ ചെന്നപ്പോഴേക്കും സിനിമ ആരംഭിച്ചിട്ടുണ്ടായി. അപ്പൊ നോക്കി, ഞങ്ങൾ ചെന്നതാണോ ആ വെർബാണോ, അല്ലെങ്കിൽ സിനിമ ആരംഭിച്ചു എന്ന് പറയുന്ന വെർബാണോ ആദ്യം നടന്ന സംഭവം? ആദ്യം നടന്ന സിനിമ ആരംഭിച്ചതല്ലേ. അപ്പൊ റഷീദ് എന്നോട് അങ്ങനെ പറയും, when we reached the theater,
ഞങ്ങൾ തിയേറ്ററിൽ എത്തിയപ്പോൾ the film had started. The film had started. സിനിമ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് അവിടെയാണ് ഈ സാധനം കയറി വരുന്നത്. ഓക്കെ, സർ ഞാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും വരുമ്പോ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു വേർഡ് എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, അത് ഞാൻ സ്ഥിരം നടന്നുകൊണ്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. നാളെ ഇത് 11 ഞാൻ ഇന്ന കാര്യം ചെയ്യുകയായിരിക്കും എന്ന് പറയാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് ഉറപ്പുള്ള കാര്യം ഞാൻ നാളെ 11 മണിക്ക് ഇന്നതിലായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ലേ? അതുപോലെ തന്നെ നേരത്തെ 2 ആക്ഷൻ നടക്കുന്നതിന്റെ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആ സമയത്ത് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ടേക്ക് എന്ന് പറഞ്ഞൊരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അർത്ഥമാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ആ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന സമയത്ത് സംഭവിക്കുന്ന വേറൊരു കേസ് നമുക്ക് പറയാം. അപ്പൊ അത് നമുക്ക് വേറെ ടെൻസിൽ പറയാം. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് കൂടാതെയും ഇത് ഉപയോഗിക്കട്ടെ. ഫാത്തിമത്ത് അമൃതയുടെ വീട്ടിൽ ചെല്ലുന്നു. അമൃതയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അമൃത കിടന്ന് ഉറങ്ങുകയാണ്. അത് ഇംഗ്ലീഷിൽ പറയും. When Fatima reached Amrita's home, she had been sleeping. അവിടെ തെറ്റുണ്ടത്. ഓക്കെ, ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാത്തിമ അവിടെ ചെല്ലുമ്പോഴും അവളെ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം when Fatima reached Amrita's house, she was sleeping. അവൾ ഉറങ്ങുകയായിരുന്നു. അവിടെ വാസന she was sleeping. അത് അല്ല, ആ she was sleeping എന്ന് പറഞ്ഞാല് അവിടെ ചെല്ലുമ്പോഴും അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ she was sleeping എന്നാണ് കറക്റ്റ്. വേറെ എന്തെങ്കിലും ഒരു കാര്യം, when I reached the house, my husband was cooking food. ഞാൻ വീട്ടിലെത്തിയപ്പോൾ my husband ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു. നിങ്ങൾ മലയാളത്തിൽ തന്നെ ഓർത്ത്, ഞാൻ അടച്ചപ്പോൾ ഉറങ്ങിയിരുന്നു. അങ്ങനെയല്ലേ പറയുള്ളൂ. സാർ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയട്ടെ. ഇപ്പോ നമ്മൾ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇത് മനസ്സിലാക്കി എടുക്കേണ്ടത്, അല്ലെ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ 12 ടെൻസ്. ഈ 12 ടെൻസുകളിലല്ലാതെ ഇംഗ്ലീഷിൽ യാതൊരു വാചകവും വരികയില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നും നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, എന്നിരുന്നാലും ഒരു കാര്യം കൂടി ഞാൻ പറയാം. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് ഇടക്കിടക്കൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഞാൻ അടുത്തൊരു വാചകം പറയാം. എഴുതിക്കും. when I went there, she was sleeping. When I went there, she was sleeping. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ എടുത്തു. when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങിയായിരുന്നു. അപ്പൊ ഓക്കെ, ഫാത്തിമത്തെ ഇതിന്റെ ഇടയിൽ നമുക്കൊരു കോമ ഇടണം. എവിടെ ഇടും കോമ? there കഴിഞ്ഞിട്ട് കോമ ഇടും. കറക്റ്റ് ആണ്. യുവർ ആൻസർ ഈസ് റൈറ്റ്. when I went there, she was sleeping. അപ്പൊ നമുക്ക് പറയാം ഇതിന് when I went there, I was sleeping എന്നുള്ള ഒരു സെന്റൻസില് when I went there എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസും I was sleeping എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ക്ലോസ്. അങ്ങനെ 2 ക്ലോസ് ഇല്ലാത്തുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ക്ലോസ്, അവൾ ഉറങ്ങുകയായിരുന്നു രണ്ടാമത്തെ ക്ലോസ്. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ അതില് 1 2 2 കൂടുതലോ ക്ലോസുകൾ കൂടി ചേരുന്നതിനെയാണ് ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. So we can say that a sentence consists of more than 2 or more than 1 clauses. 1 ഒന്നിൽ കൂടുതലോ 2 2 കൂടുതലോ ക്ലോസുകൾ ചേരുമ്പോഴാണ് അതൊരു സെന്റൻസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് പിടികിട്ടി എന്താണ് ക്ലോസ് എന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്ത കാര്യം ഞാൻ നോക്കിയാണ്, നമ്മൾ അതില് ഒരു ക്ലോസ്, ആദ്യത്തെ ക്ലോസ് എടുക്കുന്നത് when I went there.
ഞാൻ അവിടെ ചെന്നപ്പോൾ. സിമി, അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. സാർ ഒന്നുകൂടി പറഞ്ഞേ. വെൻ ഐ വെന്റ് ദ എന്ന് മാത്രമുള്ളൂ എന്ന് വിചാരിക്കും, മറ്റേത് ഇല്ലാന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആവും? ഇല്ല. ഇല്ല അല്ലെ? ഒരാളെ വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് ബാക്കി പറയാണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഇന്നലെ വരെ സിമിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇന്ന് എന്ത് പറ്റിയാവുന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നില്ല. അർത്ഥം പൂർത്തിയാകുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലോസുകളെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ ക്ലോസുകൾ ഉണ്ടാവും. ആ ക്ലോസിൽ തന്നെ അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസുകളെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. അത് പിടികിട്ടിയല്ലോ. വെൻ ഐ വെന്റ് ദെയർ എന്നുള്ളത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. എന്തുകൊണ്ട് നമ്മൾ ഇതിന്റെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നു? ബിക്കോസ് ദ മീനിങ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. ഇനി ആ വെൻ ഐ വെന്റ് ദെയർ എന്ന് പറയുന്ന സംഗതി അവിടെ ഇല്ല എന്ന് വിചാരിക്കും. അത് അവിടെ ഇല്ല, മറ്റതേ ഉള്ളൂ. ഷീ വാസ് സ്ലീപ്പിംഗ്. അപ്പൊ ജീന വർഗീസ് അതിന്റെ അർത്ഥം പൂർത്തിയാവൂ? അപ്പൊ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നുണ്ട്. ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മാത്രമാണോ? ഷീ വാസ് സ്ലീപ്പിംഗ് അത്രേ ഉള്ളൂ? ഇല്ല, പൂർത്തിയാവുന്നില്ല. ഈ ജീന പറഞ്ഞ അഭിപ്രായത്തോട് ജീനക്ക് പെട്ടെന്ന് ടെൻഷൻ കൊണ്ടാണ്. ഓക്കെ, ഒന്നുകൂടി നോക്കി. ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു. കറക്റ്റ് അല്ലേ? ഒരു ആക്ഷൻ കറക്റ്റ്, അവൾ ഉറങ്ങുകയായിരുന്നു. നേരത്തെ അങ്ങനെയല്ല, ഞാൻ ചെന്നപ്പോൾ. ഒരു 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 സീരിയലും നോവലൊക്കെ അവസാനിക്കുന്ന സംഗതി കൊണ്ട് നിർത്തി, ബാക്കി അടുത്ത ആഴ്ച അല്ലെങ്കിൽ നാളെ കാണണം എന്നുള്ള രീതിയിലായി. മറ്റത് അങ്ങനെയല്ല, അവൾ ഉറങ്ങുകയായിരുന്നു. കറക്റ്റ് ആണ്. അപ്പൊ അർത്ഥം പൂർത്തിയായി. അങ്ങനെ അർത്ഥം പൂർത്തിയാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്ലോസുകളെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നു. എന്ന് പറയുന്നു മെയിൻ ക്ലോസ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് രണ്ട് കാര്യങ്ങളാണ്. ഒരു സെന്റൻസിന്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ക്ലോസുകൾ ഉണ്ടാവാം. ക്ലോസുകളെ രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ മെയിൻ ക്ലോസ് എന്നും മറ്റേതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയുന്നു. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാകുന്നത്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാവാത്തത്. സംഭവം പിടികിട്ടിയില്ലേ? ആര്യ, അത്രയും പിടികിട്ടിയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, റോഷിനെ പറഞ്ഞിട്ടുണ്ട്, സംശയമൊന്നുമില്ല. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ് മെയിൻ ക്ലോസ് എന്നാണ് പിടികിട്ടി. ഓക്കെ, ഇനിയാണ് നമ്മൾ കണ്ടീഷണൽ ക്ലോസിലോട്ട് വരാൻ പോകുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് കടന്നു വരണം. ഓക്കെ, ഇനി പറയുന്ന വാചകം, if you work 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 hard HARD hard, you dash pass PSS pass the examination. പരീക്ഷയ്ക്ക് ചോദ്യം വേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. ദ എക്സാമിനേഷൻ. അതിന്റെ അടിയിൽ ഏത് ആൻസർ കൊടുക്കുന്നത്? എ വിൽ. എന്ന് എഴുതിയിട്ട് വിൽ. ബി വുഡ് WOULD വുഡ്. സി വുഡ്. ഓക്കെ, എഴുതിയില്ലേ? ഇനി ഞാനിത് പറഞ്ഞു തരാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വില്ല് വുഡ് കുഡ്. ഡില്ല എന്തായിരിക്കും അവിടുത്തെ ഡാഷ്? ഓക്കെ, അവിടെ നിൽക്കട്ടെ. നിങ്ങൾ മനസ്സിൽ ഓരോരുത്തർ വിചാരിക്കും, ഇന്നതാണ് നിങ്ങൾ ഓരോരുത്തർ വിചാരിക്കും. ഈ ഒരിടത്തിൽ ഉറപ്പിക്കും, മനസ്സുകൊണ്ട് ഉറപ്പിക്കും. ഓക്കെ, ഉറപ്പിച്ചാൽ അവിടെ നിൽക്കട്ടെ. അത് മനസ്സിലുണ്ടായാൽ മതി. ഇനി നമുക്ക് പറഞ്ഞു വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആവും. നമുക്ക് നേരത്തെ നോക്കാം. ഇനി നോക്കിയേ, ഈ സെന്റൻസ്, ഇഫ് യു വർക്ക് ഹാർഡ്.
ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന അത്തരം വരെ അത്ര എടുക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന വരെ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് അവിടെ ഇല്ലാതെ വിചാരിച്ചു. ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ ഗ്രീഷ്മയോട് ചോദിക്കുകയാണ്, നമ്മൾ ഇപ്പൊ പഠിച്ച ഈ 12 ടെൻസില് ഏത് ടെൻസിന് കീഴിൽ അത് വരും? ഗ്രീഷ്മ, സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റിന്റെ കീഴിൽ വരുമെന്ന് ഗ്രീഷ്മ പറയുന്നു. ഗ്രീഷ്മ പറയുന്നതിനോട് വിപരീത അഭിപ്രായമുള്ള ആർക്കെങ്കിലും പറയാം? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ആ ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് ഏത് ടെൻസിന്റെ കീഴിൽ വരും? മനസ്സിൽ ചിന്തിക്കുക. അതും കൂടി മനസ്സിൽ പറയും. ഇപ്പൊ പറഞ്ഞ ഈ 12 ടെൻസിൽ ഏതിന്റെ കീഴിൽ വരും? ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് വെക്കുക. ചില 2 കാര്യങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഏത് വെച്ച് ഫില്ല് ചെയ്യണമെന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഏത് ടെൻസ് ആണ് അവിടെ വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കാം. ഇവിടെ നോക്കാം. അപ്പൊ നമുക്ക് വീണ്ടും ആ വാചകത്തിലേക്ക് മടങ്ങി വരാം. ഇഫ് യു വർക്ക് ഹാർഡ്, ഇഫ് ഒരു കണ്ടീഷൻ കോഴ്സ് ആണ്. അപ്പൊ അവിടെ പോട്ടെ. യു സബ്ജക്റ്റ്, വർക്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് അല്ലെ. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും വന്നു കഴിഞ്ഞാൽ ഭീഷ്മ പറഞ്ഞ സിമ്പിൾ പ്രസന്റ് ആണെന്നുള്ളത് കറക്റ്റ് ആണ്. കൃത്യമാണത്. പിന്നെ ആരെങ്കിലും മാറ്റി പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ലെറ്റർ കൊടുത്തത്. അപ്പൊ ആരൊന്നും മാറ്റി പറഞ്ഞില്ല. ബാക്കിയുള്ളവർ ചിന്തിച്ചു. അല്ല, യു സബ്ജക്റ്റ് ആണ്. പിന്നെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസും വർക്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിളും വർക്ക്, വർക്ക് ED. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അങ്ങനെ ഈ അപ്പൊ ഇഫ് യു വർക്ക് ഹാർഡ് നിങ്ങൾ മര്യാദക്ക് പഠിക്കുകയാണെങ്കിൽ അത് അർത്ഥം പൂർത്തിയാകുന്നില്ല. അപ്പൊ നമുക്ക് പറയാം അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. അപ്പൊ ഈ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ, അതാണ് മറക്കരുത്, സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ അപ്പുറത്ത് വരുന്ന ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കണം എന്ന് നിർബന്ധം. ഇപ്പോൾ ഈ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കണം? സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കണം. അപ്പൊ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ നോക്കിയാൽ മൂന്നാമത് എഴുതിയത് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. അപ്പൊ നമുക്ക് ഡാഷ് ഇട്ട് സ്ഥലത്ത് പൂരിപ്പിക്കാം. ഇഫ് യു വർക്ക് ഹാർഡ്, യു സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാലിലെ വില്ല് ഇവിടെ ചേർക്കാം. കാരണം വില്ല് അടിയിൽ കൊടുത്തിട്ടുണ്ട്. യു വിൽ പാസ് ദ എക്സാമിനേഷൻ. ഇതാണ് കറക്റ്റ്. അപ്പോ വിൽ എന്ന് മനസ്സിൽ വിചാരിച്ചവരാരാണ്? വില്ലാണ്. വില്ലാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആ വിൽ എന്നുള്ളതിന് പകരം ഷാൽ വന്നാലും കറക്റ്റ് ആണ്, ക്യാൻ വന്നാലും കറക്റ്റ് ആണ്. പക്ഷേ മേ എന്ന് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് എന്നിട്ട് വരും. അപ്പൊ ഓർത്തിരിക്കുക, വില്ല് വരാം, ഷാല് വരാം, ക്യാൻ വരാം, മേ വരാം. വില്ലിന് പകരം വുഡ് വരരുത്, അപ്പൊ തെറ്റാണ്. ക്യാന് പകരം വുഡ് വരരുത്, അപ്പൊ തെറ്റാണ്. ഷാലിന് പകരം ഷുഡ് വരരുത്, അപ്പൊ തെറ്റാണ്. മേ എന്നുള്ളതിന് പകരം മൈറ്റ് വരരുത്, അപ്പൊ തെറ്റാണ്. ഈ 4 ഏത് വന്നു കഴിഞ്ഞാലും അത് കറക്റ്റാണ്. സിമ്പിൾ പ്രസന്റ് പരിഗണിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പറഞ്ഞത് ഞാൻ ക്രോഡീകരിക്കുകയാണ്. നമ്മളിന്ന് പറഞ്ഞു ഒരു സെന്റൻസിൽ ഒന്നിലധികം ക്ലോസുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിന് മെയിൻ ക്ലോസ് നിന്ന് സബോർഡിനേറ്റ് ക്ലോസ് നിന്ന് വേർതിരിക്കുമെന്ന് പറഞ്ഞു. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാവുന്നതാണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർത്തിയാവാത്തതാണ്. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന വാചകത്തിൽ അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസ്, അതായത് സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കും. ഇത് മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കണം? സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കണം. നോക്കിയേ, ഇഫ് യു വർക്ക്, ആ വർക്ക് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ടാണ് അപ്പുറത്ത് യു വിൽ പാസ് പറഞ്ഞത്. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സെന്റൻസ് പറഞ്ഞു. നമുക്ക് എക്സാമ്പിൾ പറയാം. ഇഫ് യു ഗിവ് മീ ദ മണി, നീ എനിക്ക് പണം തരികയാണെങ്കിൽ ഐ വിൽ ഗിവ് യു ദ ഇൻട്രസ്റ്റ്, ഞാൻ പലിശ തരും. കേട്ടാ, ഐ വിൽ ഗിവ് യു ദ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഐ ഷാൽ ഗിവ് യു ദ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇഫ് യു ഗോ ടു സിനിമ, നീ സിനിമക്ക് പോവുകയാണെങ്കിൽ ഐ വിൽ ടെൽ ടു യുവർ പാരന്റ്സ്, ഞാൻ നിന്റെ അച്ഛനോടും അമ്മയോടും പറയും. കേട്ടാ, നിങ്ങൾ അങ്ങനെ സ്വന്തമായിട്ട് പറഞ്ഞ് ഒരു കണ്ടീഷൻ ക്ലോസും ഒരു മെയിൻ ക്ലോസും.
ഒരു സ്ഥലത്ത് സിമ്പിൾ പാസ്റ്റ് പ്രസന്റ് ആയിരിക്കണം, മറ്റേ സ്ഥലത്ത് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. സെന്റൻസ് ഒന്ന് പറഞ്ഞേ സാറേ. ആ സെന്റൻസ് ഒന്നും കൂടെ പറഞ്ഞേ. നീ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ if you go to film here to film, ആരോടൊക്കെ പറയാനാണ്? I will tell to your parents. ഞാൻ നിന്റെ അച്ഛനും അമ്മയോട് പറഞ്ഞു കൊടുക്കും. I will tell to your parents. Yes. നിങ്ങൾ അങ്ങനെ പറയൂ, അമ്മയോട് പറയാണ്, അമ്മ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പറഞ്ഞു നോക്കൂ. പറഞ്ഞോളൂ വിജയലക്ഷ്മി. If you buy the book, I will pay. Very good, very good, very good. If you buy the book, നീ ബുക്ക് വാങ്ങുകയാണെങ്കിൽ I will pay, ഞാൻ പൈസ കൊടുക്കും. അത് തന്നെ നമുക്ക് നെഗറ്റീവായിട്ടും പറയാം. If you okay. If you cheat me, I will kill you. Very good. അത് വല്ല കാമുകന്മാരോടൊക്കെ പറയാവുന്ന സംഗതിയാണ് അല്ലെ? If you cheat me, എന്നെ വഞ്ചിച്ച, I will kill you. എന്നെ ഞാൻ തട്ടിക്കളയും. Yes. Okay. Very good. ആ സെൻസ് ഓഫ് ഹ്യൂമർ, റോഷിയുടെ സെൻസ് ഓഫ് ഹ്യൂമർ അപ്രീഷിയേറ്റ് ചെയ്തു. If you want so, sit then. അതൊന്നും പറഞ്ഞേ. If you study well, I will give you a surprise. Okay, correct ആണ്. If you study well, I will give you a surprise. നീ മര്യാദക്ക് പഠിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരു സർപ്രൈസ് തരും. I will give you. നോക്കി, നമ്മളെ ഈ ടെൻസ് നോക്കാതെ തോന്നിയ പോലെ കുറിച്ച് ഫില്ല് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? അതൊന്നും നമ്മൾ വിഷയമേലായിരുന്നു. എന്ത് ടെൻസ്? ആ സമയത്ത് നമുക്ക് തോന്നിയ ടെൻസ് നമ്മൾ, പക്ഷെ ഇതിനൊക്കെ ഒരു നിയമമുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നു, എന്തെല്ലാം പ്രകൃതികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് പേപ്പറിൽ. പഠിച്ചുകൊണ്ട് പോയത് നമ്മൾ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ടാവും, കയ്യിൽ നിന്നിട്ട് നമ്മൾ എഴുതൂലേ? ആ സമയത്താണ് ഈ വക അഭ്യാസങ്ങളൊക്കെ നമ്മൾ അറിയാൻ പാടില്ലാണ്ട് നമ്മൾ ഇറക്കുന്നത്. ഓക്കെ, റഷീദ കാണിച്ചിട്ടുണ്ട്, ഞാനും കാണിച്ചിട്ടുണ്ട്, പഠിക്കണ്ട. If you join the dance class, I will come with you. Very good. ഇല്ല, നീ ഡാൻസ് ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ വരും. അതാണ് കറക്റ്റ്. നീ ചായ ഉണ്ടാക്കിയാണെങ്കിൽ, ഇഫ് യു ഈറ്റ് ഫുഡ്, ഐ വിൽ ഗിവ് യു ദ ചോക്ലേറ്റ്. ഓക്കെ ശരിയാ. അമ്മ, നിങ്ങൾ ചായ ഉണ്ടാക്കിയാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇഫ് യു കട്ട് ദ വെജിറ്റബിൾസ്, ഐ വിൽ കുക്ക് ഫുഡ് ഫോർ യു. ഓക്കെ, ഭർത്താവിനോട് പറയാൻ പറ്റിയ സംഗതിയാണ് അല്ലേ? ഓക്കെ. If you do the homework, I will help you. Okay, correct ആണ്. മക്കളോട് നമുക്ക് പറയാം, നീ പഠിക്കുകയാണെങ്കിൽ, നേരത്തെ ഗ്രീഷ്മ പറഞ്ഞില്ലേ, I will give you a surprise. ഞാൻ നിനക്കൊരു സർപ്രൈസ് തരും. യെസ്. അല്ലെങ്കിൽ I will get you an ice cream. നിങ്ങൾ മര്യാദക്ക് പഠിക്കുകയാണെങ്കിൽ ഞാൻ ഐസ്ക്രീം വാങ്ങി തരാം. I will get you an ice cream. ഓക്കെ. അപ്പൊ കണ്ടീഷണൽ സെന്റൻസ് പറഞ്ഞോളൂ. If you make dosha, I will make chutney. Yes, correct ആണ്. If you make dosha, I will make chutney. നിങ്ങൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ചട്നി ഉണ്ടാക്കാം. Yes. അല്ലെങ്കിൽ if you make the food, I will clean the plate. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? പ്ലേറ്റ് ക്ലീൻ ആക്കാം. അല്ലെങ്കിൽ if you clean the plate, I will make food. നിങ്ങൾ ഭക്ഷണം പ്ലേറ്റ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാം ഭക്ഷണം. I will make the food. I will cook the food. Yes. എവിടെ കിട്ടിയാലോ? If you practice well, you will win the competition. Okay, Fatima, correct. If you bake a cake, I will bring the icing. Okay, very good. Okay. Very good. ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് ടെൻസ് ഒന്ന് മാറ്റി പിടിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഇന്ന് നമ്മൾ തീർന്നില്ല. എടുത്തതെല്ലാം മനസ്സിലാക്കി കാണുന്ന വിശ്വസിക്കും. ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് സപ്പോർട്ടേറ്റീവ് ക്ലോസ്, എന്താണ് മെയിൻ ക്ലോസ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ മലയാളത്തിലാണ് സൈഡിൽ എഴുതിയിട്ടേക്ക്. മെയിൻ ക്ലോസ് എന്താണ്, സപ്പോർട്ടേറ്റീവ് ക്ലോസ് എന്താണ്. If you come with me, I will give you an ice cream. Okay, ജീന, കറക്റ്റ് ആണ്. അതൊന്ന് എഴുതിയിട്ടേക്കാം. അത്രേ ഉള്ളൂ ഇതിന്റെ കേസ്. അപ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. പിന്നീട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഓർക്കുകയും ചെയ്യും. അത് ഓർമ്മിക്കാനും പറ്റും. ഇത് വളരെ പ്രധാന ഒരു ടെൻസിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. നിങ്ങളുടെ മക്കളാരെങ്കിലും 10th സ്റ്റാൻഡേർഡിലോ +2 പഠിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ പരീക്ഷയ്ക്കും ഈ സാധനം കയറി വരുന്നത്. നിങ്ങൾക്ക് അവർക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ,
അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം അത്യുജ്വലമായിരുന്നു. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് വരെ സംശയമായി അടുത്ത വർഷം വരുമ്പോൾ ചോദിച്ചാൽ മതി. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ഡേ. ഓക്കെ, ബൈ. Okay, thank you, sir. Sign out on the sign. ഓക്കെ പറഞ്ഞു. sir. Good morning, Job sir and my dear friends. Today, Job sir has taken about 10 forms. We have learned present perfect, past perfect, future perfect, and present perfect continuous, past perfect continuous, future perfect continuous. And we understood very clearly. Thank you, sir, for teaching us the tenses with more examples. And by giving examples, we could understand very easily. And I conclude with a quote: never think I have nothing. Never think I have everything. But always think I have something. I can achieve anything. Dr. APJ Abdul Kalam. Thank you, Jira. sir, and my dear friends. Have a wonderful day. Jira, very good quoting. Very good. Okay. Thank you, sir. Thank you, sir. Thank you, sir. Thank you, We sir. will meet next day. Bye. Thank you, sir. Thank you, sir. Thank you so much. Okay.